ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിൽ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിൽ പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സുധിയുടെ ഷോറൂമിൽ നിന്നായിട്ട് കുറച്ച് മുട്ടകൾ കിട്ടിയിരിക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് സുധി ആദ്യമൊക്കെ തമാശ രൂപേണയാണ് കാണുന്നതെങ്കിലും സുധിയുടെ ഫ്രണ്ട് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹം പറയുകയാണ്, ഇത് സാധാ മുട്ടയല്ല, ഇതെന്തോ ആരൊക്കെ കൂടോത്രം ചെയ്ത മുട്ടയാണ് സുധി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഷോറൂമിൽ നിന്ന് ഇതുപോലെ തന്നെ മുട്ട കിട്ടി. അദ്ദേഹത്തിൻ്റെ ഷോറൂം വലിയ താമസമില്ലാതെ പൂട്ടുക മാത്രമല്ല, പൂട്ടിയതിൻ്റെ മൂന്നാം പക്കം അദ്ദേഹത്തിന് അറ്റാക്ക് വന്ന് മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ സുധി ആകെപ്പാടെ വല്ലാത്ത അവസ്ഥയിലാവുന്നുണ്ട് കേട്ടോ. സുധി വേഗം തന്നെ നെഞ്ചത്തേക്ക് കൈ വെച്ചതിന് ശേഷം കസേരയിലേക്കുമ്പോഴത്തേക്ക് ശ്രുതിയൊക്കെ പേടിച്ചു പോകുന്നുണ്ട്. ശ്രുതിയും ആനന്ദം കൊണ്ടും കൂടെ ഓടിച്ചതിന് ശേഷം എന്ത് പറ്റി ശ്രുതി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല ശ്രുതി, ആനന്ദ് പറഞ്ഞ് നീ കേട്ടില്ലേ, അദ്ദേഹം മൂന്നാം പക്കത്തിൻ്റെ അന്ന് അറ്റാക്ക് വന്നാണ് ചത്ത്, എനിക്കും ഇനി ആ ഒരു അവസ്ഥ വരുമോ എന്നൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ ആനന്ദിനോടായിട്ട് പറയുന്നുണ്ട്. ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാവും ആനന്ദേ എന്ന് ചോദിക്കുമ്പം എനിക്കറിയാവുന്നൊരു ജോത്സ്യനുണ്ട്, അന്ന് നമ്മൾ പോയി കണ്ടില്ല, അദ്ദേഹം ഇപ്പം നാട്ടിലില്ല, അദ്ദേഹത്തെ നമുക്കത് ഫോണിൽ വിളിച്ച് ചോദിച്ചു നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് ഫോണിൽ വിളിക്കുക കേട്ടോ. ആനന്ദ് കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞതിന് ശേഷം ശ്രുതിയുടെ കൈകളിലേക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. ശ്രുതിയോടായിട്ട് ഈ ജോത്സ്യം പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരാണ് അവരുമായിട്ട് ഒരു ദിവസം ഫുള്ളും വ്രതം നോക്കണം, മാത്രമല്ല അമ്പലത്തിൽ പോകണം, ഒരു തുള്ളി വെള്ളം ജലപാനം പാടില്ല, ഭക്ഷണം കഴിക്കാൻ ഒന്നും പാടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി ഇതൊക്കെ സമ്മതിക്കാണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ പ്രിയപ്പെട്ട ആളുടെ പേര് പറയുന്നത് ചന്ദ്രയാണ് കേട്ടോ. തിരികെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ചന്ദ്രയോടായിട്ട് ഈ ഒരു വിവരം പറയുമ്പോൾ ചന്ദ്ര ഒരിക്കലും സമ്മതിക്കില്ല, തനിക്ക് വ്രതം നോക്കാൻ പറ്റുകയില്ല, ഒരു തുള്ളി 3 നേരം മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഗ്യാസ് കയറുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിനെ വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുകയാണ്, ഈ ഒരു വ്രതം നോക്കുന്ന സമയത്ത് എനിക്കും അതുപോലെ എനിക്ക് പ്രിയപ്പെട്ട ആൾ കൃത്യമായി തന്നെ നോക്കിയില്ല എന്നാണെങ്കിൽ മരണം സംഭവിക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചന്ദ്ര പേടിച്ച് വരയ്ക്കേണ്ടാവും. അങ്ങനെ ചന്ദ്ര ഈ ഒരു വഴിപാടിനെല്ലാം സമ്മതിക്കണം. അന്നേ ദിവസം തന്നെയാണ് നമ്മുടെ രേവതിയുടെ പുതിയ ബിസിനസ്, അതായത് മണ്ഡപങ്ങളുടെ അലങ്കാരം, ആ ഒരു ബിസിനസ് കിട്ടുന്നതും സച്ചി ഇതൊരു വലിയ ആഘോഷമാക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണിയൊക്കെ വെച്ച് ആഘോഷമാക്കുന്നുണ്ട്. എന്നാൽ ശ്രുതിക്കും ചന്ദ്രയ്ക്കും ഒരു കഷ്ണം പോലും കഴിക്കാനാവാതെ മിണ്ടാൻ നിൽക്കാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രുതി പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കല്ലേ വ്രതം, ഞാൻ വ്രതം എടുക്കേണ്ട കാര്യമില്ല, ഞാൻ പോയി കഴിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇവരെ കൂട്ടത്തിലിരുന്നുകൊണ്ട്. അങ്ങനെ വ്രതമൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കി അമ്പലത്തിലൊക്കെ പോയിട്ട് ഇവർ തിരികെ വരുന്ന സമയത്താണ് ഈ മുട്ടയിൽ ഇങ്ങനെയൊക്കെ ചെയ്തത്, അതായത് കൂടോത്രം ചെയ്ത് വെച്ചിരിക്കുന്ന ആരാണെന്നുള്ള കാര്യം ഇവർ അറിയുന്നത് കേട്ടോ. അത് വളരെ രസകരമായിട്ടുള്ളൊരു എപ്പിസോഡാണ്. ഇത് മറ്റൊന്നുമല്ല, ഇവർ അമ്പലത്തിൽ പോയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഓഫീസിൽ ഈ മുട്ട കൊണ്ടുവന്ന് തന്ന സ്റ്റാഫ് അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് താക്കോലും മേടിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ തന്നെ തിരികെ വന്നിട്ട് പറയാം, സാർ ഞാൻ കാര്യം പറയാൻ മറന്നുപോയി, ആ മുട്ടയില്ല, അത് മുട്ട ആരും കൂടോത്രം ചെയ്ത് വെച്ചതൊന്നുമല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയും ചന്ദ്രയും പരസ്പരം മുഖത്തോടും മുഖം നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി ചോദിക്കുന്നത്, പിന്നെ എന്താ അതെന്ന് ചോദിക്കുന്ന സമയത്ത് മറ്റൊന്നുമല്ല, നമ്മുടെ ഷോറൂമിൻ്റെ തൊട്ടപ്പുറത്ത് കട നിർത്തുന്ന ഒരു ചേച്ചിയില്ലേ, ആ ചേച്ചിയുടെ കൊച്ചുമകളുമായിട്ട് ആണ് കഴിഞ്ഞ ദിവസം അവിടെ വന്നത്. മഴ കാരണം കയറി നിന്ന് നമ്മുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ്. ആ ഒരു സമയത്ത് ആ ചേച്ചി 5 മുട്ട മേടിച്ചിരുന്നു, കൂടത്തിൽ തന്നെ കുട്ടിക്ക് സ്കെച്ചും മേടിച്ചു കൊടുത്തു. അവളാണെങ്കിൽ സ്കെച്ച് വെച്ച് പല പല ഡിസൈൻ മുട്ടയിൽ വരച്ച് വെച്ചതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി ഒരു പേടിയോട് കൂടി തന്നെ ചന്ദ്രയെ നോക്കുകയാണ്. ചന്ദ്രനെ രൂക്ഷമായ രീതിയിൽ തന്നെ ശ്രുതിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം വ്രതമെടുത്തതും അനുഭവിച്ചതും എല്ലാം തന്നെ ചന്ദ്രയാണല്ലോ. ചുരുക്കി പറഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ശ്രുതിക്ക് 5 പൈസയുടെ ബുദ്ധി പോലും ആ ഒരു സമയത്ത് അവിടെ പ്രയോഗിക്കുന്നില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.